ഹലോ മമ്മൂട്ടി. എന്നാണ്ട് ഷൂട്ടിങ്ങിലാണോ? ആ ഏതാ പടം ഏതാ? പ്രേമയുഗോ? ഓ ആ പയ്യന്മാർ എൻ്റെ അടുത്ത് ഒന്ന് കഥ പറഞ്ഞായിരുന്നു. ഞാൻ ഒഴിവാക്കി വിട്ട കഥയാണല്ലോ. അമ്മമാരെ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ പിടിക്കണേ. അത് മറ്റേ ഓടുമോ അതൊക്കെ? ആ ഓക്കെ ഞാൻ തിരക്ക് കഴിഞ്ഞ് വിളിക്കാം. ശരി ഓക്കെ. നമസ്കാരം സാർ, ഞാൻ മറ്റേ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നേ. ആ സാറേ, കഴിഞ്ഞ ദിവസം സാറേ. വിളിച്ചായിരുന്നല്ലേ? സാറേ എന്താടോ ആ ഷോട്ട് റെഡി ആയിട്ടുണ്ട്, സംവിധായകൻ വരാൻ പറഞ്ഞു. ഇത്ര ഉടനെ ഷൂട്ട് റെഡിയായി? റെഡിയായി സാറേ, വരുവാണെങ്കിൽ. താനൊരു കാര്യം ചെയ്യാം, സംവിധായകനോട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ. ഞാനിവിടെ കഥ കേട്ടോണ്ടിരിക്കുക. ശരി സാറേ, അങ്ങനെ പറയാം. സാറേ, കുറെ നാളായിട്ട് ഞാൻ ഒരു കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയാ പിന്നെ ഒന്നും വരാത്ത. അയ്യോ, എന്ത് സമയം വേസ്റ്റ് ആക്കല്ലേ. എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നല്ലോ, ഇനി വന്നാൽ മതിയായിരുന്നല്ലോ. അയ്യോ, സാറിന്റെ സമയമല്ല, എൻ്റെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ പറഞ്ഞേ. സാറിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളൊക്കെ തുടരെ പരാജയങ്ങളായിരുന്നല്ലോ. അതൊക്കെ കഥ മോശമായി പോയ സിനിമകളാണ്. സാറേ, ആ പടത്തിലെ കഥയും BGM ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞേട്ടെ. സാറിൻ്റെ അഭിനയം കൊണ്ട് മാത്രമാണ് ഇച്ചിരി പടം മോശമായി പോയെന്നാണ്. അത് ഈ റിവ്യൂവേഴ്സ് ഇറക്കി വിടുന്ന റിവ്യൂവേഴ്സ് ഭയങ്കര. സാറേ, അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല പരാജയമായി കാണുമല്ലേ? അയ്യോ ഇല്ലില്ല, സാമ്പത്തികമൊക്കെ ആയിട്ട് നായം കാശ് ഞാൻ വരുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ റിലീസാവുന്ന അതേ ഡേറ്റിൽ തന്നെ ഞാൻ ഇതിലെ ഓരോ രംഗങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ നായം കാശ് വരാറുണ്ട്. അയ്യോ സാറേ, അതൊക്കെ തെറ്റല്ലേ സാറേ? ഇതൊക്കെ അത് തെറ്റൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ സിനിമ തന്നെയല്ലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പ്രൊഡ്യൂസറൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ എന്നെ മൊബൈൽ വഴി തെറി പറയാറുണ്ട്, പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്താടോ ഷോട്ട് റെഡി ആയിട്ടുണ്ട്, വരാവോ? വീണ്ടും ഇത്ര പെട്ടെന്ന് ഷൂട്ട് റെഡി ആക്കിയോ? സാറിന്റെ ഞാൻ ഷോട്ട് പറഞ്ഞില്ലേ, ഞാനിവിടെ ഒരു കഥ കേട്ടോണ്ടിരിക്കുവോ. ഞാൻ ആ സംവിധായകനോട് പോയി പറതാൻ കുറച്ച് എന്ത് ചെയ്യാം. പറയാം സാറേ. ശരി സാറേ, കഥ എന്ന് പറഞ്ഞാണ്ടല്ലോ, സാറ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഡ്രൈവറോ? ആര്, ഞാനോ? അതെ സാറേ, മതിയൊരു വെറൈറ്റി ആയിരിക്കും സാർ അങ്ങനത്തെ ഒരു വേഷമൊക്കെ ചെയ്യുകയാണെങ്കിൽ. കാരണം വെച്ചാൽ സാർ ഇതുവരെ അങ്ങനത്തെ വേഷം ചെയ്തിട്ടില്ലല്ലോ. എടോ, ഇത് ഞാനിപ്പോൾ ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ആരാധകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാറ് ഈ കഥ എന്ന് പറഞ്ഞത് കിടുക്കൻ കഥയാ. സാറൊന്ന് കേട്ടു നോക്കൂ സാറേ ഇതൊന്ന്. എനിവേ ടെൽ മീ ദ സ്റ്റോറി. സാറേ, അതായത് ഉണ്ടല്ലോ, സാറ് കൊച്ചി രാജാവ് സിനിമയിലെ പോലെ ഒരു ഓട്ടോയിൽ ഇങ്ങനെ വരും. അന്നേരം ഒരു പാട്ട്, 3 ചക്ര വണ്ടിക്കിട്ട് 100 വണ്ടിക്കിട്ട്. നിർത്ത എന്നെ കാണിക്കണേ. അല്ല സാറേ, ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. ഗുമ്മൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, കഥ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. സാറേ, അപ്പോൾ സാറ് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി വന്നു കഴിയുമ്പോൾ സാറിൻ്റെ ഓട്ടോയുടെ ഒരു ടയറങ്ങ് പഞ്ചറാവും. സാറപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് വിഷമിച്ച് നിൽക്കുക. സാർ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ബെൻസ് കാറിൽ ഒരാളിങ്ങ് വരും. അയാൾ കാറിൽ നിന്ന് ഇറങ്ങി സാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പം തന്നെ ഒരു 2 ലക്ഷം രൂപ എടുത്ത് സാറിൻ്റെ കയ്യിൽ തരും. അപ്പോൾ ഈ ബെൻസ് കാറയിൽ വന്ന ആളെ എനിക്ക് പണം എടുത്ത് തരണോ അല്ലേ? അതെ. ഇത് കഥ ശരിയാവില്ല. ഇത് ഒരു ചെറിയ തിരുത്തു വരുത്തി കഴിഞ്ഞാൽ ഇത് 100 കോടി ക്ലബ്ബാ. എന്താ സാറേ തിരുത്തുന്ന ഉദ്ദേശം എന്താ? അതായത് ഇപ്പം ഞാനാണല്ലോ ഓട്ടോറിക്ഷയിൽ വന്നേ. അതെ. ഞാൻ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഈ ബെൻസുകാരൻ്റെ ടയർ പഞ്ചറായി കിടക്കട്ടെ. അത് കണ്ടിട്ട് എനിക്ക് പാവത്തം തോന്നിയിട്ട് ഞാൻ ബെൻസ് കാറിൻ്റെ ഓണറിന് ഒരു 5 ലക്ഷം രൂപ എടുത്തു കൊടുക്കുക. അതിനുണ്ട് ബെൻസ് കാറിൽ വന്ന ആൾക്ക് 5 ലക്ഷം രൂപ. സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളി. സാറേ കൊള്ളാം. ചിലപ്പോ ഒരു 200 കോടിയൊക്കെ ഓടാൻ ചാൻസ് ഉണ്ട്. അത് അല്ലേ? 200 സാറേ, ഷോട്ട് റെഡിയാ. എന്താണ് ഷോട്ട് റെഡിയാ? സാറിന്റെ സീൻ വരുവായിരുന്നെങ്കിൽ. എന്തിനാ ഇത്ര പെട്ടെന്ന് ഷോട്ട് റെഡിയാക്കുന്നത്? സാർ, ഇവിടെ ഒരു കഥ കേട്ടോണ്ടിരിക്കല്ലേ ഞാൻ. കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറ. ശരി, പറയാം സാറേ. ചുമ്മാ അടുത്ത കഥ പറ. സാറേ, ഇത് വേണ്ട, വേറൊരു കഥയുണ്ട് എൻ്റെ കയ്യിൽ. ഒരു ക്രൈം ത്രില്ലർ, അടിപൊളി സാധനം. ക്രൈം ത്രില്ലറൊക്കെ കയ്യിലിരുന്നിട്ടാണോ? ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. പറ. സാറേ, അതായത് ഉണ്ടല്ലോ, നായിക ഒരു വില്ലനെ പാലത്തിലിട്ട് കുത്തിക്കൊന്നോണ്ടിരിക്കുക. സാർ ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് ഒളിച്ചിരുന്ന് കാണുക. ഈ ചോര ഇങ്ങനെ വീഴണ കാണുമ്പോഴത്തേനും സാറിനൊരു ബോധക്ഷയം ഉണ്ടാവും. അയ്യോ എടോ, ഞാൻ ബോധക്ഷയൊക്കെ കൊന്ന് ഫാൻസുകാർക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല, അത് ചെറിയൊരു തിരുത്ത് വരുത്തി കഴിഞ്ഞാൽ ഈ പടം കയറും. തിരുത്താ? അതെന്നാ തിരുത്താ? അതായത് ഇപ്പൊ ഈ നായികനെ ഞാൻ കുത്തിക്കൊന്നോണ്ടിരിക്കുക. നായികനെ? അപ്പോ ഈ ഗുണ്ട ഇത് ഒരിടത്ത് നിന്ന് കാണുമ്പം ഗുണ്ട ബോധക്ഷയം ഒന്ന് വീഴട്ടെ. ഗുണ്ട ബോധക്ഷയം അല്ലേ? സാറിന്റെ ലാസ്റ്റ് ഇറങ്ങി ഇവിടെ തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞ 3D പടം. അത് കൊള്ളാം. എന്താടോ? സാറേ, ഷോട്ട് റെഡിയാ, വരുവാണ്.
എടോ താൻ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഷോർട്ട് റെഡിയാ എന്ന് പറഞ്ഞോണ്ടിരിക്കില്ലെന്നേ. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഒരു കഥ കേട്ടോണ്ടിരിക്കുക ആ, അത്യാവശ്യമായിട്ട്. പറയാ സാറേ. താൻ ആ സംവിധായകനോട് എന്ത് പറ, മറ്റേ ആ 14-ാമത്തെ സീൻ ഒന്ന് തിരുത്തി എഴുതാൻ പറ. അത്ര ആ, സെറ്റപ്പ് ഒന്നുള്ള സീനല്ല. ആ പറയാം. ചെല്ല് ആ ആ ചുമ്മാ എന്ത് ചെയ്യൂ, പൊട്ടപ്പടവാ. ഞാൻ ചുമ്മാ അങ്ങ് ചെന്ന് വന്ന് ചെയ്യുന്നുള്ളൂ ഇത്. സാറേ എന്നാ ഇതൊന്നും വേണ്ട, എൻ്റെ ഒരു അടിപൊളി സബ്ജക്റ്റ് ഉണ്ട്, ഒരു കിടുക്കൻ സോംബി കഥ പറയട്ടെ. എടോ ഇത്രയും കിടില ഐറ്റമൊക്കെ തൻ്റെ കയ്യിൽ ഇരുന്നിട്ടാണ് താൻ ഇത്രയും പൊട്ടക്കഥയും പറഞ്ഞിരുന്നത്. ഇതല്ലേ നമുക്ക് വേണ്ടത്, ഇത് പറ. അതായത് സാറേ, ഒരു വൈകുന്നേരം 6 മണി, നല്ല മഴയാ, നല്ല ഇടിവെട്ടി മഴ പെയ്ത് തുറന്നു വെക്കുന്ന സമയം. ഒട്ടും കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ല. സാർ ഒറ്റയ്ക്ക് അതിക്കൂടെ നടന്നു വരുക. അതെന്താടോ? പെട്ടെന്നൊരു പട്ടി കുരയ്ക്കും. അതൊക്കെ നമുക്ക് വിഷ്വൽ എഫക്റ്റ് കയറ്റിയാ പോരെ? അത് മതിയോ? അത് മതി. പെട്ടെന്നൊരു സോംബി സാറിന്റെ മുമ്പിലേക്ക് എവിടുന്നോ ഓടി വരുന്നു. ആ സോംബി ചാടി സാറിന്റെ കൊരവള്ളിക്ക് ഒറ്റക്കടി. സംഭവം ഇത് സ്റ്റോറിയൊക്കെ കൊള്ളാം, പക്ഷെ ആരാധകർക്ക് ഇഷ്ടപ്പെടില്ലാടോ. അല്ല സാറേ, ഇതൊരു സോംബി സ്റ്റോറി അല്ലേ? നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതൊരു 2-3 പാർട്ടൊക്കെ പോകും. അല്ല, സംഭവം അത് ഓക്കെയാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ചെറിയൊരു തിരുത്തു വരുത്തിയാൽ ഇത് 5-6 പാർട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതെന്നാ തിരുത്താ സാറേ? അതായത് സംഭവം വേറൊന്നുമില്ല, ഈ രാത്രി സമയത്ത് ഒരു കാര്യം ചെയ്താൽ മതി. ഈ സോംബി ഇങ്ങനെ നടന്നു പോട്ടെ ഇരുട്ടത്തോടെ. എന്നിട്ട് അപ്പം ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് ഈ സോംബിയുടെ പെടലിക്ക് ഇട്ട് കടിക്കാം. സാറ് ഈ വല്ലോടത്തേക്ക് പോണോ സോംബിയുടെ പെടലേക്ക് എന്തിനാ കടിക്കാൻ പോണത്? അതിലെന്നാ ലോജിക്കാ ഉള്ളത്? 5-6 പാർട്ട് പോകുന്നു. എന്നത് ചുമ്മാ മനുഷ്യൻ്റെ സമയം കളയാനായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് അപ്പോഴേ തോന്നിയത് ഇതിങ്ങനെ വരുള്ളൂ, ഓരോരോ മണ്ടൻ തിരുത്തലുകളെ. സാറേ 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 പായ്ക്കപ്പായിരുന്നു, സാറിനോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. പായ്ക്കപ്പോ? ആ. അതിന് ഞാനൊരു ഷോട്ട് പോലും അഭിനയിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പായ്ക്കപ്പ്? അല്ല, ഞങ്ങൾ വേറൊരു നടനെ വെച്ച് ചിത്രം മുഴുവൻ പൂർത്തിയാക്കി, സാറിനോട് പൊക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പോ അല്ല അതിപ്പോ ഞാൻ വരാം. ഞാനിപ്പോ അല്ല, വേണ്ട സാറിനോട് പൊക്കോളാനാ പറഞ്ഞേ. വീട്ടിൽ പൊക്കോ സാറിന്. ഇപ്പൊ സാറിന് ആവശ്യമില്ല, പൊക്കോ. മോനെ കൊച്ചെ, നീ ഓട്ടോയ്ക്കാണ് വന്നേ. കൊച്ചെ ഞാനും വരടാ.